ബസ്സുകളുടെ മത്സരയോട്ടവുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് തൊട്ടടുത്ത ദിവസങ്ങളിലായി 2 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു സംഭവത്തിൽ സ്ത്രീക്ക് തലനാരിഴയ്ക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയതെങ്കിൽ മറ്റൊരു സംഭവത്തിൽ നടു റോഡിലായിരുന്നു ബസ് ജീവനക്കാരുടെ തർക്കം. കോട്ടയം വാഴൂർ 18-ാം മൈലിൽ ബസ് നിർത്തി സ്ത്രീ ഡോർ തുറന്നിറങ്ങിയ സമയമാണ് തൊട്ടു പിന്നിലുണ്ടായിരുന്ന KSRTC സ്വകാര്യ ബസിന്റെ ഇടതുവശത്തുകൂടെ അപകടകരമായി കടന്നുപോയത്. സംഭവത്തിൽ പള്ളിക്കത്തോട് പോലീസ് കേസെടുക്കുകയും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം അന്വേഷണം നടത്തുകയും ചെയ്തു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മണിമല സ്വദേശിയായ KSRTC ഡ്രൈവർ രാജേഷ് കുമാർ AGയുടെയും മാറാനത്ത എന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവർ CBCRന്റെയും ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദു ചെയ്തു. അദ്ദേഹം അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെയാണ് ഡ്രൈവർ വാഹനം ഓടിച്ചു വന്നിരുന്നത്. നമുക്ക് അറിയാം, ഏതൊരു സാഹചര്യത്തിലും മുന്നിലെ വാഹനം നിർത്തേണ്ടി വരികയോ സഡൻ ബ്രേക്ക് കഴിയേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എന്ത് സംഭവിച്ചാലും വാഹനം പിന്നിലൊന്നും ഇടിക്കാത്ത രീതിയിൽ വേണം പിന്നിൽ വരുന്ന വാഹന ഡ്രൈവറുകൾ. ഇദ്ദേഹം ആ കരുതൽ എടുക്കാതെ സ്പീഡിൽ വരികയും പെട്ടെന്ന് വാഹനം നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് വലതു ഭാഗത്തൂടെ കയറാൻ പറ്റിയില്ല. അതിലൊരു കാർ ഓപ്പോസിറ്റ് വരുന്നത് കൊണ്ട് പെട്ടെന്ന് അദ്ദേഹം വെട്ടിച്ച് ഇടത് ഭാഗത്തൂടെ കയറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞിട്ടാണ് നിർത്താൻ സാധിച്ചത് എന്നുള്ളത്. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാഹനം ഓവർ സ്പീഡാണെന്ന് മനസ്സിലാക്കാം. അനുചിതമായ വേഗതയിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നിർത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസം ഡിസ്ക്വാളിഫൈ ചെയ്യുകയും നമ്മുടെ IDTR ഇടപ്പാളിലുള്ള നമ്മുടെ ഡ്രൈവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് കറക്ഷണൽ ട്രെയിനിങ്ങിനായിട്ട് വിടാനും തീരുമാനിച്ചിട്ടുണ്ട്. പരിശീലന കേന്ദ്രത്തിൽ 5 ദിവസത്തെ ക്ലാസുകളിൽ ഹാജരാകുന്നതിന് പുറമെ 5 ദിവസത്തെ സന്നദ്ധ സേവനവും ഇരുവരും ചെയ്യേണ്ടി വരും. അതിനുശേഷമായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് തിരികെ നൽകണോ എന്ന് തീരുമാനിക്കുക. അതേസമയം കോട്ടയം കോടിമാതയിൽ സമയത്തെ ചൊല്ലി തർക്കമുണ്ടാക്കിയ തണ്ടപ്ര, വിജയലക്ഷ്മി എന്നീ ബസ് ജീവനക്കാർക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO C ശ്യാം പറഞ്ഞു. സംഭവത്തിൽ 3 യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. CBക്കെതിരെ FIR ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു വാഹനം നമ്മൾ നിർത്തുമ്പോഴത്തേക്ക് അപകടകരമായ രീതിയിൽ വാഹനം നിർത്താൻ പാടില്ല. പ്രത്യേകിച്ചും അത് ബസ് സ്റ്റോപ്പ്, അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പ് കുറച്ച് പിന്നിലായിരുന്നു. പക്ഷേ ബെല്ലടിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങ് വന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ബെല്ലടിച്ചത് എന്നുള്ളത്. അതൊരു ന്യായീകരണമല്ല. ബെല്ലടിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വാഹനത്തിലിരുന്ന് ചിലപ്പോൾ ഉറങ്ങിയെന്നുണ്ടാകാം. അവർ പിന്നീടായിരിക്കും അറിയുന്നത് ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞു. അവർ വേള ഉണ്ടാക്കിയാലും ബെല്ലടിച്ചാൽ പോലും ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. പ്രോപ്പറായിട്ടുള്ള സ്ഥലത്താണ്, അപകടം ഇല്ലാത്ത രീതിയിലാണ് എൻ്റെ വാഹനം നിർത്തുക എന്നുള്ളത് ഡ്രൈവർ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. MM രാഗേഷ്, റിപ്പോർട്ടർ, കോട്ടയം.